വിശുദ്ധ കുർബാന കഴിയുമ്പോൾ ലതിഞ്ഞൻ കഴിഞ്ഞെടുക്കാനും അതോടൊപ്പം തന്നെ അടിവയ്ക്കുവാനും സൗകര്യമുണ്ടായിരുന്നതാണ്. 6:30 മണിക്കാണ് പ്രദക്ഷിണം നമ്മൾ ലതീജിനെ തുടർന്ന് ആരംഭിക്കുന്നത്. പ്രദക്ഷിണത്തിന് കുടകളെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പേര് തന്നിട്ടുള്ളവരും പ്രസിഡന്റുമാരും അവരുടെ വീടുകളിൽ നിന്നും ഒരാൾ കൂടിയും കുടയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുർബാന കഴിയുമ്പോൾ സങ്കീർത്തിയുടെ വശത്തേക്ക് വരണമെന്ന് അറിയിക്കുകയാണ്. രൂപമെടുക്കുന്നതിന് വേണ്ടിയിട്ട് പേര് തന്നിട്ടുള്ളവർ മണ്ഡലത്തിൽ രൂപമെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേരണമെന്നും അറിയിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഭക്തിനിർഭരമായിട്ടുള്ള പ്രഘോഷണമാണ് പ്രദക്ഷിണം. അതുകൊണ്ട് പ്രദക്ഷിണത്തിൽ പങ്കുചേരുമ്പോൾ വളരെ അച്ചടക്കത്തോടെയും ഭക്തിനിർഭരവുമായി പങ്കുചേരുവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും വോളണ്ടിയേഴ്സ് അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യണമെന്നും അറിയിക്കുകയാണ്. പ്രദക്ഷിണം കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ വാദ്യമേളങ്ങളായി ഉണ്ടാവുക. ബാൻഡ്, ചെണ്ട, ശിങ്കാരിമേളം തുടങ്ങിയ അവയെല്ലാം ക്രമമായിട്ട് വെടിക്കെട്ട് വരെയുള്ള സമയത്ത് ഉണ്ടായിരിക്കുന്നതാണ്. 9:30 മണിക്കായിരിക്കും വെടിക്കെട്ട് ഉണ്ടാവുക. അതുകൊണ്ട് കരിമരുന്ന് കലാപ്രകടനത്തിലും കൂടി പങ്കെടുത്ത ശേഷമേ തിരികെ പോകാവൂ എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ശിങ്കാരിമേളം സ്പോൺസർ ചെയ്തിരിക്കുന്നത് വ്യാപാര വ്യവസായി ഏകോപന സമിതിയിലെ കോടഞ്ചേരി യൂണിറ്റാണ്. എല്ലാ വ്യാപാര വ്യവസായ സുഹൃത്തുക്കളോടും അതിൻ്റെ ഭാരവാഹികളോടും ഈ പള്ളിയുടെയും കമ്മിറ്റിയുടെയും ഈ തിരുനാൾ നടത്തിപ്പിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും അനുമോദനം സ്നേഹപൂർവ്വം നേരുകയാണ്. പ്രത്യേകമായ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നലെയും ഇന്നുമായി നമ്മുടെ ഈ പ്രോഗ്രാം തിരുക്കർമ്മങ്ങൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുകയും കോടഞ്ചേരിയിൽ നിന്നുള്ളവർ മാത്രമല്ല ഈ ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലുള്ളവരെ പ്രത്യേകിച്ചും ഇതുപോലെ വിശുദ്ധ കുർബാനയിലും ഉദാശകളിലും പങ്കുചേരുവാൻ കഴിയാത്ത അതിനുള്ള അവസരങ്ങൾ പരിമിതമായിട്ടുള്ള പ്രദേശങ്ങളായ സൗദി അറേബ്യ പോലെയുള്ള സ്ഥലങ്ങളിലുള്ള സഹോദരങ്ങൾക്കും തത്സമയം ഇത് കാണുവാനും അതോടൊപ്പം തന്നെ പങ്കെടുക്കുവാനും അവസരം കിട്ടിയത് പ്രത്യേകമായിട്ട് മംഗലത്തെ ഷാജിയുടെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും താല്പര്യത്തോടു കൂടിയാണ്. പ്രത്യേകമായിട്ട് അദ്ദേഹത്തെയും സഹപ്രവർത്തകരെയും അനുമോദിക്കുകയും ഈ അവസരം ഒരുക്കി തന്നതിന് പ്രത്യേകമായ കൃതജ്ഞത അവർക്ക് നേരുകയും ചെയ്യുകയാണ്. നമുക്കിന്ന് ബഹുമാനപ്പെട്ട സാവുമണത്തെക്കുറിച്ചൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജർമ്മൻ ടീം അവര് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് വന്നിട്ടുണ്ട്. അവരെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അനുമോദിക്കുകയാണ്. കോടഞ്ചേരിയുടെ ഏറ്റവും ഭക്തിനിർഭരമായിട്ടുള്ള തിരുനാൾ ദിവസങ്ങളിൽ ഈ ഇടവകയിലുള്ളവരെയും സമീപപ്രദേശത്തുള്ളവരെയും ഒക്കെ തിരുനാൾ കർമ്മങ്ങൾക്ക് പങ്കെടുക്കുകയും വിശ്വാസപരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ദിവസങ്ങൾ പ്രാർത്ഥനാപൂർവമായിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി അഭിനന്ദിക്കുകയും എല്ലാ നന്മകളും നേരുകയും ചെയ്യുകയാണ്. നമുക്ക് തിരുനാളിലെ പ്രസിഡന്റുമാരായിട്ട്
പ്രത്യേകമായും പ്രാർത്ഥനാ നേതൃത്വത്തോടുകൂടി അപേക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഈ തിരുനാൾ നടത്തിപ്പിൽ എല്ലാ തരത്തിലും പ്രത്യേകമായിട്ട് പങ്കുചേരുകയും ചെയ്യുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അനുമോദിക്കുകയും കൃതജ്ഞത നേരുകയും ചെയ്യുകയാണ്. നമുക്കിന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് തിരുനാളിന് സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ജിൽസ് തൈലച്ചനെ മനുഷ്യനാരിയുടെ വൈസ്രകർ നിലയിൽ അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ആളുകൾക്ക് വിവിധ തലങ്ങളിലുള്ള ക്ലാസുകൾ വെക്കുകയും ധ്യാനം പോലുള്ള കാര്യങ്ങളൊക്കെ ക്രമമായി നടത്തുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജിൽസ് അച്ഛന് നേടിയ ഇടവക സമൂഹത്തിൻ്റെയും ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹനിർഭരമായ കൃതജ്ഞത അർപ്പിക്കുകയാണ്. ഈ തിരുനാൾ ഏറ്റവും ഭംഗിയായി നടത്തുന്നതിനും ഭക്തിപൂർവമായിട്ട് നമ്മൾ പങ്കുചേരുന്നതിനും നമുക്ക് അനുഗ്രഹം നൽകിയ ദൈവത്തിന് കൃതജ്ഞതയോടുകൂടി നന്ദിയോടുകൂടി ആയിരുന്നു കൊണ്ട് നമുക്ക് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും, വൈദികരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ അംഗങ്ങളെയും പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുക്കർമ്മങ്ങൾ തുടരാൻ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ മധ്യസ്ഥതയിൽ ഓർമ്മയാചരിക്കുവാൻ കൃപ നൽകി. ഈ നാളിലെ പ്രതിയെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനാണ്. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനം ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു.